കല്യാണി വന്നില്ലേ ഇപ്പൊ ഞങ്ങളുടെ കൂടെ. ഹലോ ഗായ്സ്, അപ്പോൾ കല്യാണി തുടക്കത്തിലേ മുതലേ ഇച്ചിരി ഷാട്ടിയും പിടിക്കുക കേട്ടോ, വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ പോകുന്നൊരു വീഡിയോ ആണേ. അപ്പോൾ ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചേട്ടനും ചേച്ചിയൊക്കെ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുഞ്ഞായിനെ അവർ രാവിലെ തന്നെ വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അവൻ്റെ മോക്കടെ കുഞ്ഞാവേനെ കാണാൻ വേണ്ടി അമ്മ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഒരു വീഡിയോ ആണേ. എൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി മതി, കുറച്ചൊക്കെ ഇട് ഏട്ടാ, മതി കേട്ടാ, ഒത്തിരി ഇടാതെ. അപ്പോൾ എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആരാ ഉപയോഗിക്കുന്നതെന്ന് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഏട്ടൻ തന്നെയാട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിക്കൊണ്ടിരിക്കുവാണേ. അപ്പം എന്നത്തെയും പോലെ തന്നെ ഞങ്ങളുടെ പതിവ്, ഞങ്ങൾ രണ്ടുപേരും റെഡിയായി കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ കണ്ണാടിയൊക്കെ നോക്കി ചെറിയൊരു ഫോട്ടോസും കാര്യങ്ങളും കുറച്ച് ഗോഷ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് കല്യാണീനെ ഒരുക്കാൻ വേണ്ടിയിട്ട് നേരെ പോകുമ്പോൾ അവിടെ ഭയങ്കര കളിയാണേ. കുഞ്ഞായിനെ കൂട്ടാൻ പോവാൻ അച്ഛൻ ഒരുങ്ങോ? അച്ഛൻ ഒരുങ്ങിയിട്ടാ പോണേ. അപ്പോൾ കല്യാണിമോളുടെ കരച്ചിലും ബഹളമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേര് വിട്ടിരിക്കുന്നത് ബ്ലാക്കാണ്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നേരെ പോകുന്നത് എൻ്റെ അമ്മ വീട്ടിലേക്കാട്ടോ. അപ്പോൾ ഒരാൾ വണ്ടി കയറി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഓരോ വർത്താനൊക്കെ പറഞ്ഞ് നേരെ ഞങ്ങൾ അമ്മ വീട്ടിലേക്ക് എത്തിയേ. അപ്പോൾ ആദ്യം കണ്ട കൊച്ച് ഏട്ടൻ്റെ പെങ്ങളുടെ മോളാണേ. അപ്പം അങ്ങനെ അമ്മ വീട്ടിലെത്തിയപ്പം ഇതാണ് എൻ്റെ ചേച്ചിയുടെ ഇളയ പുത്രൻ. അങ്ങനെ ഇതേ എൻ്റെ അമ്മയുടെ അമ്മ അമ്മൂമ്മാട്ടോ വാതിക്കെ തന്നെ നിൽക്കുവാണേ. അപ്പോൾ കുഞ്ഞൻ രാവിലെ ഞങ്ങളെ കണ്ടതിൻ്റെ ആ ഒരു കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. ഇതാട്ടോ എൻ്റെ ചേച്ചി, അതെൻ്റെ അമ്മ. അപ്പം ഏട്ടൻ. അപ്പം എങ്ങനെ എല്ലാവരുമായിട്ട് അമ്മയോട്ട് ഇരുന്ന് വർത്താനം പറഞ്ഞ് കളിച്ച് രസിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ കുഞ്ഞൻ്റെ ഓരോ കാര്യം പറയുക. ഡാൻസ് കളിക്കുന്നുണ്ടോ? കളിക്കായിരുന്നല്ലേ ഇവിടെ. ഡാൻസ് കളിക്ക കളിക്ക കച്ച് 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 കളിച്ചേ കളിച്ചേ കൈ കൊട്ടി കൈ കൊട്ടി കളിച്ചേ കൈ കുട്ടിക്ക് നാണം വന്നു ഗൈസ് എല്ലാവരെയും കൂടെ കണ്ടപ്പം. അപ്പം ഇതൊക്കെയാട്ടോ എൻ്റെ ഫാമിലീസ് എന്ന് പറയണത്. അത് അമ്മയുടെ ആങ്ങളെയാണ് ആ കണ്ടത്. ഇതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് കുഞ്ഞായിനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരുടെ മൂത്ത മോനാണ് ഇത്, അപ്പുകൂട്ടൻ, എൻ്റെ ആദ്യത്തെ ബേബിയാട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ തിണ്ണെ വന്നിരുന്നുകൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകാനായിട്ട് റെഡിയാവുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അപ്പുറത്താണ് കുഞ്ഞാവയൊക്കെ ഉള്ളത്. ഞങ്ങൾ ഓടിപ്പോയി കുഞ്ഞാവേനെയൊക്കെ കണ്ടിട്ട് വന്നു. അങ്ങനെ ചേട്ടനും ചേച്ചിയൊക്കെ ഞങ്ങൾ ആദ്യം ഇറങ്ങാമെന്ന് പറഞ്ഞ് അവർ നേരെ പോയി. അതിൻ്റെ തൊട്ട് പുറകെയായിട്ട് ഞങ്ങളും കൂടെ പോന്നു. അങ്ങനെ നേരെ എത്തി നമ്മുടെ വീട്ടിലേക്കാട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും കയറി വരുന്നതേ ഉള്ളൂ. വന്നപ്പോൾ തന്നെ കുഞ്ഞൻ നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ വന്ന് നമ്മൾ നേരെ ഇരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അമ്മ രാവിലെ തന്നെ നല്ല ചിക്കൻ കറിയും കപ്പയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ കറിയും മോരുകറിയും തോരനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേ കപ്പയും ചിക്കനും എടുത്ത് കഴിക്കുക. അത് കഴിഞ്ഞ് അമ്മ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ, പാലട. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വന്ന് പാലടയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആട്ടോ. അപ്പോൾ ഈസ്റ്റർ ആയിട്ട് ഞങ്ങൾ രാവിലെ ഒന്നും വീട്ടിൽ പോയില്ല, വൈകുന്നേരം ഈ സമയത്താണ് ചെന്നത്. അങ്ങനെ ഏട്ടനും പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ എല്ലാവരുമായിട്ട് നിന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് സംസാരിച്ചൊക്കെ ഇരുന്നേ. അപ്പോൾ ചേച്ചി ഇപ്പോൾ എന്നോട് പറയുമായിരുന്നു, ഇപ്പം നിന്നെ കാണുമ്പോഴേ പേടിയാണ്, കാരണം നീ ഫോണും എടുത്തുകൊണ്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾ ഓടുവാന്ന്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അമ്പാടിക്കുട്ടന് നല്ല ഉറക്കമാണ്. എന്നിട്ടും ഒന്നും മതിയാവാതെ ഞാനൊരു തണ്ണിമത്തനും കൂടെ എടുത്ത് കഴിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.